നമസ്കാരം, എല്ലാവർക്കും അട്രാക്ട് യുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹമുള്ള ഒരു കാര്യം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സാധിച്ചെടുക്കാമെന്നതാണ്. തെമ്മനൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വീട് വാങ്ങാനാണ്. നമ്മൾ ഒരുപാട് നാളായിട്ട് നമുക്ക് ഒരു വീട് വാങ്ങണം, വീട് സ്വന്തമാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക്, പിന്നെ നമ്മൾ ആവശ്യത്തിന് ക്യാഷ് നമ്മൾ റെഡിയാക്കി അല്ലെങ്കിൽ നമുക്ക് റെഡിയാക്കാനുള്ള അവസരങ്ങളുണ്ട്, എന്നിട്ടും നമുക്ക് ഒരു വീട് വാങ്ങാൻ സാധിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമുള്ള ഒരു പവർഫുൾ സ്വിച്ച് ബോർഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആർക്ക് വേണമെങ്കിലും ചെല്ലാം. ആ ചൊല്ലുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ എന്തെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളതൊരു വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ചെയ്യാൻ സാധിക്കും. പിന്നെ വീട് പണിയാനല്ല ഇത്, വീട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇതല്ല ചൊല്ലേണ്ടിയത്, അത് വേറെയാണ്. ഈ സ്വിച്ച് ബോർഡ് ഉള്ളത് നമുക്കൊരു വീട് വാങ്ങാൻ സാധിക്കുക, പുതിയതോ പഴയതോ സ്വന്തമായിട്ട് നമുക്കൊരു വീട് വാങ്ങാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്വിച്ച് ബോർഡാണിത്. ഈ സ്വിച്ച് ബോർഡ് കുറച്ചധികം വലിയ സ്വിച്ച് ബോർഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ബുക്ക് എടുത്തിട്ട് എഴുതുകയാണ് വേണ്ടത്. എഴുതുന്ന സമയത്ത് നിങ്ങൾ ആ സ്വിച്ച് ബോർഡ് ഫുള്ളായിട്ട് പറയുക. അങ്ങനെ എഴുതുന്നതിനോടൊപ്പം പറഞ്ഞാൽ മതി, അതല്ലാണ്ട് നമ്മൾ സാധാരണ സ്വിച്ച് ബോർഡ് ചാൻറ്റ് ചെയ്യുന്നത് പോലെ ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ എഴുതുമ്പോൾ നിങ്ങളത് പറയുക. എഴുതുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു വീട് സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ഇൻറ്റൻഷൻ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇത് എഴുതിയതിന് ശേഷം നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുക. കാരണം വളരെ സാറ്റിസ്ഫാക്ഷനായിട്ട് നമ്മുടെ ലൈഫിലേക്ക് നമുക്കൊരു വീട് സ്വന്തമാക്കാൻ സാധിക്കുകയാണ് എന്ന് മനസ്സിനെ അങ്ങോട്ട് പഠിപ്പിച്ചിട്ട് ആ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കുക. മറക്കാതെ വെക്കേണ്ട കാര്യമാണ്, ഈ സ്വിച്ച് ബോർഡ് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒരു ഗ്ലാസ്സിൽ, അതൊരു പ്ലാസ്റ്റിക് ആയിരിക്കരുത്, ഒരു ചില്ല് ഗ്ലാസ്സിലോ അതോ സെറാമിക്കിൻ്റെ ഗ്ലാസ്സിലോ ഒക്കെ ആയിരിക്കും. ചില്ല് ഗ്ലാസ്സാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ആ ഗ്ലാസ്സിൽ നിങ്ങളൊരു കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടാവണം. അത് തിളപ്പിച്ച വെള്ളം, വേറൊന്നും മിക്സ് ചെയ്ത് തിളപ്പിച്ചതല്ല, വെറുതെ തിളപ്പിച്ചാറ്റിയ വെള്ളമായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നിങ്ങളിത് എഴുതി കഴിഞ്ഞ് നിങ്ങൾ നന്നായിട്ട് ആ കാര്യം നടന്നതായിട്ട് ഇമാജിൻ ചെയ്തതിന് ശേഷം ആ വെള്ളം കുടിച്ചിരിക്കണം. ഇത് ഡെയിലി ചെയ്യേണ്ടതാണ്. ഇത്രയാണ് ഈ സ്വിച്ച് ബോർഡിനെ പറ്റി എക്സ്ട്രാ നമുക്ക് പറഞ്ഞു തരാനുള്ള കാര്യം. ഇത് വലിയ സ്വിച്ച് ബോർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല വൃത്തിക്ക് എഴുതുകയാണ് വേണ്ടത്. പറഞ്ഞുകൊണ്ടിരുന്നാൽ തെറ്റിപ്പോകുമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളിത് ട്രൈ ചെയ്യരുത്. ഓക്കെ, ഇനി ഞാൻ ആ സ്വിച്ച് ബോർഡ് പറഞ്ഞു തരാം. റീച്ച്, പെർഫെക്റ്റ്, ചാം, ഹോം, മാജിക്, കാർപ്പറ്റ്, സർപ്രൈസ്. ഞാൻ വലുതായിട്ട് താഴെ എഴുതി കാണിക്കുന്നുണ്ട്, അതൊന്നുകൂടി പറഞ്ഞു തരാം. റീച്ച്, പെർഫെക്റ്റ്, ചാം, ഹോം, മാജിക്, കാർപ്പറ്റ്, സർപ്രൈസ്. ഇതിങ്ങനെ എഴുതി കാണിച്ചത് നിങ്ങൾക്ക് ആ ഹോൾ വലുതായിട്ട് തന്നെ എഴുതുമ്പോൾ ഒറ്റ ഇതിൽ തന്നെ ഒരു വരിയിൽ തന്നെ ഇത് എഴുതി തീർക്കണം. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചത്. ഇനി അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്താണ് ഞാൻ കുറച്ചുകൂടി വലുതായിട്ട് അതിൻ്റെ സ്വിച്ച് ബോർഡ്, അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റായിട്ട് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ ആ മുകളിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒറ്റ ലൈനായിട്ട് തന്നെ നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ച് ബോർഡിനെ പറ്റി ഇത്രയാണ് പറയാനുള്ളത്. പറയുമ്പോൾ പ്രൊണൗൺസിയേഷൻ ഒന്നും തെറ്റിപ്പോവാണ്ട് നോക്കണം. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ബ്ലൂ പെൻ മാത്രമേ ഇതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഏത് പേന ഉപയോഗിച്ചാണ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്തത് ആ പേന തന്നെ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ആ പേന ഇപ്പോൾ തീർന്നു എന്ന് വിചാരിക്കും, ഇപ്പം നമ്മൾ കുറേ ദിവസം എഴുതുമല്ലോ, അത് തീർന്നെങ്കിൽ സെയിം പേന തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. വേറെ ഒരു കമ്പനിയുടെ യൂസ് ചെയ്യരുത്. 5 രൂപയുടെ പേനയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അത് മതി. ഓക്കെ, അപ്പോൾ അത് കംഫർട്ടായിട്ട് ഒരു ഫ്രഷ്, ഒരു പുതിയ പേന തന്നെ ഇതിന് ഉപയോഗിക്കണം. വെള്ളം വെക്കണം, പിന്നെ ഇത് എഴുതുമ്പോൾ കറക്റ്റായിട്ട് പറയുകയും വേണം. അപ്പോൾ ഇന്നത്തെ ഈ സ്വിച്ച് ബോർഡിനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. അപ്പോൾ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് ബോർഡാണ് പറഞ്ഞു തന്നിരിക്കണേ. അപ്പോൾ വീട് വാങ്ങണം, വീട് സ്വന്തമാക്കണം എന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും ചൊല്ലിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ ഹാപ്പി ലൈഫിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്. താങ്ക് യു.